ജിയോമെട്രി എന്നുള്ള ഭാഗത്ത് നിന്ന് കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം 4 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് √3/4a² ആണ്. അതിൻ്റെ ഇക്വേഷൻ √3 × 4² 4. √3 × 4 = 4√3 cm². അടുത്ത ചോദ്യം, 10 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം. സമചതുരത്തിൻ്റെ വശം ചതുരത്തിൻ്റെ ചെറിയ വശം ആയിരിക്കും. ചതുരത്തിൻ്റെ വശം ചെറിയ വശം എത്ര? 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സമചതുരത്തിൻ്റെ വശം എത്ര? a = 6, a² 36 cm². അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം 5√2, 5√2 ആയാൽ √2 ആയാൽ വിസ്തീർണം എത്ര? വിസ്തീർണം വികരണം ²/2 ഡയഗണൽ d²/2 = 5√2² 2 = 25 × 2/2 = 25. NCERT ജ്യാമിതി ഭാഗത്ത് 2-3 ക്വസ്റ്റ്യനാണ്. ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 8200 ഡിഗ്രിയാണ്. അതിന് എത്ര വശങ്ങളുണ്ട്? അതിനുള്ള ഇക്വേഷനാണ്, അതായത് കോണുകളുടെ തുക കിട്ടാനുള്ള ഇക്വേഷനാണ് n-2 × 180 = 8200. വശങ്ങൾ n എന്ന് പറഞ്ഞാൽ എന്താ? എത്ര വശങ്ങളുണ്ട് ബഹുഭുജത്തിന്, എത്ര വശങ്ങളുണ്ട്, വശങ്ങളുടെ എണ്ണാണ് n എന്ന് പറയുന്നത്. n-2 = 8200/180 = 45. n = 45 + 2 47. വശങ്ങൾ 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയ ഒരു ചതുരത്തിലൂടെ നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ചതുരത്തിൻ്റെ വശങ്ങൾ എന്ന് പറയുന്നത് സാമാന്തരികത്തിൻ്റെ വികരണമാണ്. അപ്പോൾ വികരണം കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/2 × d1 × d2 = 1/2 × 6 × 2 × 6 × 4 = 12 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഒരു പാർശ്വലംബകത്തിൻ്റെ സമാന്തര വശങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്റർ 14 സെൻറ്റിമീറ്റർ, തുല്യവശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്റർ. അതിൻ്റെ പരപ്പളവ് എത്രയാണ്? സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് √5² - 3² = 25. 25 - 9 = √16 = 4 സെൻറ്റിമീറ്റർ. സമപാർശ്വലംബകത്തിൻ്റെ പരപ്പളവ് = 12h × a + b. 12 × 4 × 8 + 14. 12 × 8 + 14 = 2 × 22 = 44 ചതുരശ്ര സെൻറ്റിമീറ്റർ.